ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 1952 ആലപ്പുഴ സന്ദർശനത്തിൽ നിന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തുടക്കം. കേരള സന്ദർശനത്തിനിടയിൽ നെഹ്റുവിന് കോട്ടയം മുതൽ ആലപ്പുഴ വരെ ബോട്ടിൽ കുട്ടനാട്ടിലൂടെ ജലയാത്ര നടത്തേണ്ടി വന്നു. ഈ യാത്രയിൽ നിരവധി ബോട്ടുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. തുടർന്ന് കേരള സർക്കാർ പ്രത്യേകമായി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചു. ആലപ്പുഴയിലെത്തിയ നെഹ്റുവിനെ 63 വെടിമുഴക്കവുമായിട്ടാണ് സ്വീകരിച്ചത്. അന്ന് 63 വയസ്സായിരുന്നു നെഹ്റുവിന്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവും തുടങ്ങി. ബൈനോക്കുലറിലൂടെ നെഹ്റു ഈ കാഴ്ച ആസ്വദിച്ചു. നടുഭാഗം ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റ് കടന്ന് 1ാം സ്ഥാനം നേടി. VIP പവലിയന് മുന്നിലെത്തിയപ്പോൾ തുഴക്കാർ ഉത്സാഹഭരിതരായി. ഈ കാഴ്ച നെഹ്റുവിനെ ആവേശഭരിതനാക്കി. പവലിയന് തൊട്ടടുത്തെത്തിയ നടുഭാഗം ചുണ്ടലിലേക്ക് നെഹ്റു ചാടിക്കയറി. മറ്റുള്ളവരുടെ അകമ്പടിയോടെ നടുഭാഗം ചുണ്ടൽ ജലയാത്ര നടത്തി. നടുഭാഗം കൂടാതെ ചമ്പക്കുളം, പാർത്ഥസാരഥി, കാവാലം, വലിയ ദിവാഞ്ചി, നെപ്പോളിയൻ, നേതാജി, ഗിയർഗോസ് തുടങ്ങി 8 വള്ളങ്ങളാണ് ആദ്യ മത്സരത്തിൽ പങ്കെടുത്തത്. വേമ്പനാട് കായലിന്റെ പടിഞ്ഞാറേ അറ്റത്ത് മൺട്രോ വിളക്കിന്റെ പടിഞ്ഞാറു ഭാഗം മുതൽ തെക്കോട്ടായിരുന്നു ട്രാക്ക്. ആലപ്പുഴ ജില്ല രൂപീകരിച്ചിട്ടില്ലാത്തതിനാൽ അന്ന് കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് വള്ളംകളി നടന്നത്. ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയ നെഹ്റു സ്വന്തം കയ്യൊപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക അയച്ചു നൽകി. ഈ മാതൃകയാണ് വിജയികൾക്ക് ഇന്ന് നൽകുന്ന നെഹ്റു ട്രോഫി. ആദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. 1969 ജൂൺ 1 കൂടിയ വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരസൂചകമായി കപ്പിന്റെ പേര് നെഹ്റു ട്രോഫി എന്നാക്കി. 1954 കൈനങ്കരിയിലെ മീനപ്പള്ളി വട്ടക്കായലിലാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ വള്ളംകളി ആരംഭിച്ചത്. 1955 പുന്നമടക്കായലിലേക്ക് മാറ്റിയത്. എല്ലാ വർഷവും ഓഗസ്റ്റിലാണ് മത്സരം നടക്കുന്നത്. വിവിധ ട്രാക്കുകളിലായി തിരിച്ച് 1370 മീറ്റർ ദൂരമാണ് മത്സരത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.